നമസ്കാരം. ഉദ്ഘാടനവും കല്ലിടിയിൽ ചടങ്ങും നിർവഹിക്കപ്പെട്ട കേരളത്തിലെ 12 നാഷണൽ ഹൈവേ പദ്ധതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കാസർഗോഡ് വെച്ചാണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത്. പൂർത്തീകരിച്ച 5 പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ 7 എണ്ണത്തിൻ്റെ തറക്കല്ലിടലുമാണ് നടന്നത്. പുനരുദ്ധാരണവും നവീകരണവും കഴിഞ്ഞ മൂന്നാർ ബോഡിമെട്ട് റോഡായിരുന്നു ആദ്യത്തേത്. 42 കിലോമീറ്ററുള്ള ഈ റോഡിന് 381 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതോടൊപ്പം തന്നെ ചെറുതോണിയിൽ 120 മീറ്റർ നീളത്തിൽ ഒരു പാലവും പണിതിരുന്നു. ഇതിന് 24 കോടി രൂപ ചെലവായിരുന്നു. മൂന്നാമതായി ഏകദേശം 300 കോടിക്ക് നവീകരിച്ച പാലക്കാട് കോഴിക്കോട് റോഡിൻ്റെ ഉദ്ഘാടനമായിരുന്നു. നാലാമത്തേത് 780 മീറ്റർ നീളമുള്ള നീലേശ്വരം ROB ആണ്. ഇതിന് ചെലവായ തുക 84 കോടിയായിരുന്നു. അഞ്ചാമത്തേത് 820 മീറ്റർ നീളമുള്ള ചാലക്കുടി അണ്ടർപാസ് ആയിരുന്നു. 34 കോടി രൂപയായിരുന്നു ചെലവ്. ഇത് കൂടാതെയാണ് 7 പുതിയ പദ്ധതികൾക്കായി തറക്കല്ലിട്ടത്. ഇതിന് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്ന തുക 641.5 കോടി രൂപയാണ്. ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് 1.2 കിലോമീറ്റർ നീളത്തിൽ ഈഞ്ചക്കൽ ജംഗ്ഷനിൽ പണിയുന്ന ഫ്ലൈ ഓവറാണ്. എസ്റ്റിമേറ്റ് 61.9 കോടി രൂപയാണ്. അടുത്തത് 110 മീറ്റർ നീളത്തിൽ പണിയുന്ന തിരുവല്ലത്തെ സർവീസ് ബ്രിഡ്ജാണ്. ചെലവ് 10.2 കോടി. കഴക്കൂട്ടം കാരോട് സ്ട്രെച്ചിലെ ആനയറയിലും പഴയകടയിലും പണിയുന്ന 2 അണ്ടർപാസുകളാണ് അടുത്തത്. ഇവയ്ക്ക് രണ്ടും കൂടി 68 കോടിയാണ് എസ്റ്റിമേറ്റ്. വടക്കാഞ്ചേരി തൃശൂർ റീച്ചിൽ 165 കോടി രൂപ ചെലവിൽ 3 പുതിയ അണ്ടർപാസുകൾ വരുന്നുണ്ട്. അതുപോലെ വാളയാർ വടക്കാഞ്ചേരി റീച്ചിലും 3 അണ്ടർപാസ് വരുന്നുണ്ട്. ഇതിന് ചെലവ് 167 കോടി രൂപയാണ്. അവസാനമായി തൃശൂർ അങ്കമാലി എടപ്പള്ളി റീച്ചാണ്. ഇവിടെ പുതിയതായി 5 അണ്ടർപാസുകളാണ് വരുന്നത്. ഇതിന് എസ്റ്റിമേറ്റ് 194 കോടി രൂപയാണ്. അങ്ങനെ ആകെക്കൂടെ ഒരു സമഗ്ര വികസന പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവഴി ട്രാഫിക് ബ്ലോക്കും ആക്സിഡൻറ്റും കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.